കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. അനേകർ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി അനേകയിടങ്ങളിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉപവസിക്കുകയും കർത്താവിൻ്റെ പൊന്നുമുഖത്ത് നോക്കുകയും ജയകരമായ ജീവിതം നയിക്കുകയും എല്ലാം ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ നമ്മളും സഭയായി മുന്നേറുകയാണ്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. അതിനുള്ള എല്ലാ ലോക സംഭവങ്ങളും ലക്ഷണങ്ങളും ഭൂമിയിൽ ശക്തമായിട്ട് സ്തോത്രം അതെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മോടുകൂടി ഉണ്ട്. സ്തോത്രം. ലോക സംഭവങ്ങൾ പലതും വെളിപ്പെടുമ്പോഴും നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നുള്ള സന്തോഷം നമ്മളെ ഉറപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. പല ലോക മനുഷ്യൻ അവന്റെ പാപത്തിൽ വല്ലാതെ അങ്ങ് സ്തോത്രം ത്രസിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. കാര്യം, സ്വാർത്ഥ മനുഷ്യൻ വളരെ സ്വാർത്ഥതയോടെ, അഹങ്കാരികൾ അഹങ്കാരത്തോടെ, ദുഷ്ടമനുഷ്യൻ ദുഷ്ടതയോടെ, സ്തോത്രം എല്ലാവിധ അകൃത്യം പ്രവർത്തിക്കുന്നവർ അങ്ങനെ എല്ലാ തുറയിലും പാപമനുഷ്യൻ അവന്റെ പാപത്തെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അധികം നാൾ ഉണ്ടാകുകയില്ല. കർത്താവിന്റെ വരവിങ്കിൽ നമ്മൾ അവന്റെ രാജ്യത്തിൽ എടുക്കപ്പെടുകയും നമ്മുടെ ദുഃഖവും ഭാരവും എല്ലാം അവൻ തുടച്ചു കളയുകയും നമ്മളിൽ നിന്ന് മാറ്റി കളയുകയും ചെയ്യും. നമ്മൾ കർത്താവിന്റെ മുഖം എന്ന് കാണുന്നത് കൊണ്ട് നമ്മുടെ ദുഃഖവും എല്ലാ വേദനകളും നമ്മൾ ഇവിടെ നമ്മൾ ആസ്വാദനം അനുഭവിക്കുന്നുള്ളൂ. അക്കരെ നാട്ടിൽ നമ്മൾ അവനോടുകൂടെ നിത്യ യുഗം അവനോടുകൂടെ സന്തോഷമായി വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്റെ ഉള്ളത്തിലുള്ളതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ വീണിരിക്കുന്ന ഈ വചനത്തിന്റെ സത്യങ്ങൾ നിങ്ങളെ ഈ പ്രത്യാശയിലേക്ക് നടത്തുമാറാകട്ടെ. ഇന്ന് പകൽ നേരം നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ചില വചനങ്ങളും ചില ചിന്തകളും നമുക്ക് ഷെയർ ചെയ്തതിനു ശേഷം നമുക്ക് ദൈവസ്ഥ നമുക്ക് താന്നിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 22-ന്റെ 24. സ്വതം കിട്ടിയൊന്നെടുത്ത് വായിക്കാവുന്നതാണ്. സ്വതം ലൂക്കോസ് സുവിശേഷം 22-ന്റെ 24-ാം വാക്യം കഴിച്ചാട്ടെ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാവുന്നു വലിയവനായി എണ്ണേണ്ടത്? മൈക്കിലൂടെ വായിക്കണേ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികൾ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. അടുത്ത വാക്യം, നിങ്ങളോ അങ്ങനെയല്ല. മതി. നിങ്ങളോ അങ്ങനെയല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വരുമ്പോൾ വൈദ്യനാകുന്ന ലൂക്കോസ് തന്റെ ചരിത്രം എഴുതുന്ന സമയത്ത് സമാന്തര സുവിശേഷങ്ങളിൽ മത്തായിലും മർക്കോസിലുമുള്ള സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല വിഷയങ്ങൾ സ്തോത്രം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വരുമ്പോൾ ഒരു വിരിച്ചൊരുക്കിയ വൻമാളികയിൽ വെച്ച് കർത്താവിന്റെ സ്തോത്രം മേശ അവര് കൈക്കൊള്ളുകയും സ്തോത്രം അവിടെ വെച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ 22-ാം അധ്യായത്തിൽ സവിസ്തരം കാണുവാൻ ഇടയാകും. 22-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് കർത്താവ് കടന്നു പോകുന്നതിന് മുമ്പ് സഭയുടെ മേൽ, അതായത് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നവരുടെ മേൽ സ്തോത്രം നിയോഗിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിക്കുകയും അവരെ പ്രത്യേകാലവരെ ഉറപ്പിക്കുകയും ചെയ്യണം എന്നുള്ള അവസാന തലത്തിലേക്കാണ് ശുശ്രൂഷ നീങ്ങിക്കൊണ്ടിരുന്നത്. നമ്മളിവിടെ വായിക്കുന്ന 24-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഇവരുടെ ഇടയിൽ, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ ഒരു ചിന്താഗതിയുണ്ട്. കാര്യം, ഈ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രായമുള്ള വ്യക്തി എന്ന് പറയുന്നത് പത്രോസാണ്. അപ്പോൾ പത്രോസ് പ്രായമുള്ള വ്യക്തിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാര്, അതുപോലെ 11 ശിഷ്യന്മാര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. കാര്യം, അവർ കോർ ഗ്രൂപ്പിലാണ്. കർത്താവിന്റെ പ്രധാനപ്പെട്ട ഉപദേശത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും അവരെ വേർതിരിച്ചിരുത്തി അവരോട് സംസാരിക്കുന്നത് നമ്മൾ പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം സ്തോത്രം ഇടയാകുമ്പോൾ അവിടെ പത്രോസ്
ഇവിടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അല്ലെ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഇടയിലെല്ലാം ഒരു ചിന്ത കിടക്കുന്നത്, ഈ കർത്താവിന് ശേഷം ആരാണ്, ഞങ്ങളിൽ ആരാണ് വലിയ വ്യക്തി, ആരാണ് ഞങ്ങളിൽ ആരാണ് ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്നത്, ഞങ്ങൾ ആ കർത്താവ് കഴിഞ്ഞാൽ ആരാണ് അടുത്ത ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളും ചിന്തകളും ഈ 12 പേരും നടക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ സംസാരങ്ങളിലും അത് ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് അത് വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കർത്താവ് പല കാര്യങ്ങൾ അവരുടെ ഇടയിൽ ഉപദേശിക്കുമ്പോഴും പലപ്പോഴും ഇവരത് ചെവിക്കൊള്ളുകയോ അത് ഗ്രഹിക്കുകയോ ചെയ്യാതിരുന്നതിനൊരു കാര്യം, ഇവരുടെ ഉള്ളിൽ ആ ചിന്ത കിടപ്പുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ, ഞങ്ങളിൽ ആരാണ് ഉന്നതര്, ആർക്കാണ് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ളത് എന്നുള്ള ചിന്ത ഇവരെ നല്ലപോലെ ഭരിച്ചിരുന്നു. അപ്പോൾ ഇതിന് ഈ കഴിഞ്ഞ 3.5 വർഷക്കാലവും ഇതിന് കർത്താവ് ഒരിക്കലും ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് നമുക്ക് തോന്നുന്നില്ല. കാര്യം 3.5 വർഷക്കാലവും കർത്താവ് അവരെ പഠിപ്പിക്കുന്ന സമയത്തും ആ പഠനങ്ങളിലൂടെയും കർത്താവിന്റെ ആശയങ്ങളിലൂടെയും ഇവരുടെ ഹൃദയത്തിൽ വീണ് കിടന്ന ആ ചിന്തകൾക്കൊരു മാറ്റം വരുമെന്നാണ് കരുതേണ്ടിയിരുന്നത്. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ ഇവർ ആ നാൾ വരെയും ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്ന സംസാരങ്ങളും ചിന്തകളും കാര്യങ്ങളും വളരെയേറെ സ്വാധീനിച്ചിരുന്നു. അതിനൊരു സ്തോത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം, ഇതിനു മുമ്പ് യാക്കോബും യോഹന്നാനും അവരുടെ അമ്മയെ വിളിച്ചോണ്ട് വരുന്ന രംഗമുണ്ട്. അവരുടെ കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഒരുവനെ നിന്റെ ഇടതും ഒരുവനെ നിന്റെ വലതും ഇരിക്കുവാനായിട്ട് വരം നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം സ്തോത്രം ഇവര് കുടിക്കുമോ എന്ന് ചോദിച്ചു. കുടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ എങ്കിൽ നിങ്ങൾ കുടിക്കും. അപ്പോൾ കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ സ്തോത്രം എന്റെ വലതും ഇടതും ഇരിക്കുവാനുള്ള പദവി ആർക്ക് ലഭിക്കണമെന്ന് പിതാവാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ യാക്കോബ് യോഹന്നാനും അങ്ങനെ ചെയ്തപ്പോൾ ഇത് പത്രോസും ബാക്കി നിന്ന ശിഷ്യന്മാർക്കൊക്കെ വളരെ ഒരു ഭാരം ഉളവായി നമ്മൾ അവിടെ വായിക്കാൻ ഇടയാവുന്നുണ്ട്. കാര്യം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം ഈ പരിഗണന എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ യാക്കോബ് യോഹന്നാനും മാത്രമായിട്ട് കൊണ്ടുവന്ന് ഈ ഞങ്ങളെ ഒരുവനെ ഇടതും ഒരുവനെ വലതും ഇരുത്തണം എന്നുള്ളത് അമ്മ പറയുകയും ആ സ്വാധീനം കർത്താവിന്റെ അടുത്ത് ചെലുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇടതും വലതും ആരെന്റെ ഇടതും വലതും ഇരിക്കും, അത് പിതാവിന്റെ പദ്ധതിപ്പെടുന്ന കാര്യമാണ്. എന്നാൽ പാനപാത്രം കുടിക്കും, ശരിയാണ്, കർത്താവ് അനുഭവിച്ചതുപോലെ ഒരു പാനപാത്രം കുടിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യാക്കോബ് അവിടെ സ്തോത്രം മരിച്ച അനുഭവങ്ങൾ നമുക്കറിയാം. ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഹേരോദാവ് യാക്കോബിനെ കൊല്ലുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമാണ് ദീർഘായുസോടുകൂടെ 90-95 വയസ്സോടുകൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതും കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവിന്റെ അടുക്കൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസുമായിട്ട് ചെന്നാൽ കർത്താവ് അതിനെ സ്വീകരിക്കുമോ എന്ന് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം, തന്റെ മക്കളുടെ ഗുണങ്ങളോ തന്റെ മക്കളുടെ പദവികളോ തന്റെ മക്കളുടെ അവസ്ഥകളോ കൊണ്ട് ഒരു മാതാവോ പിതാവോ പിതാവിന്റെ അടുക്കൽ ചെന്നാൽ, ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നാൽ അത് പരിഗണിക്കുമെന്ന് ഇന്നും ഉറപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. ആരുടെയും സഹനം കൊണ്ടോ കഷ്ടം കൊണ്ടോ കർത്താവെ ഞാനിത് സഹിച്ചത് കൊണ്ട് എന്റെ തലമുറയ്ക്ക് നിന്റെ ഇടതും വലതും ഇരിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ആശയങ്ങൾ പലരുടെയും സാക്ഷ്യങ്ങളിലും പ്രാർത്ഥനകളിലും മുഴച്ചു നിൽക്കുന്നുണ്ടെ മനസ്സിലാക്കിക്കോണം, കർത്താവ് ഇതൊന്നും പരിഗണിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം സ്തോത്രം, എല്ലാവർക്കും ഓടുവാൻ ഒരു വലിയ ഓട്ടക്കളമുണ്ട്. ഈ ഓട്ടക്കളത്തിൽ ഓടി ജീവരക്ഷ പ്രാപിക്കണം. അത് ഓരോരുത്തരുടെ മേലുമുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന രംഗത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് ഇവിടെ വിസ്തരിച്ച് എഴുതുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വായിച്ചത്. അതിന്റെ 24-ാം വാക്യം, തങ്ങളുടെ കൂട്ടത്തിൽ ആരെ വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. കണ്ടോ, മനസ്സിലാക്കണം, അവരുടെ ഇടയിൽ ആ തർക്കം നിലനിൽക്കുന്നുണ്ട്. കർത്താവിന് ശേഷം ആരാണ് ആ സ്ഥാനത്തിലേക്ക് വരേണ്ടത്, ആരാണ് ആ പദവിയിൽ ഇരിക്കേണ്ടത്, ഞങ്ങളിൽ ആരാണ് വലിയവൻ, അത് കർത്താവ് തന്നെ പറയണം. കർത്താവിനെ അടുക്കൽ അറിയാവുന്ന ശിഷ്യന്മാർക്കറിയാം, കർത്താവ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മറ്റൊന്ന, പക്ഷെ ഇവർക്ക് നേതാവാകണം, അതൊരു വലിയ വിഷയമാണ്. നേതാവാകുവാൻ ഓടുന്നവർ,
നേതാവാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഇന്ന് നമ്മുടെ ഇടയിലും. നീ നേതാവാകുന്നത് ദൈവത്തിന്റെ പദ്ധതി. ആരെ ദൈവത്തിന്റെ പദ്ധതി ഏൽപ്പിക്കണം അത് ദൈവം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് നേതാവ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ളൊരു നേതാവാകരുത്. അത് യേശുക്രിസ്തു കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. തൊട്ടടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ ആ വാക്യം. യേശുക്രിസ്തു അവരോട് ശിഷ്യന്മാരോട് പറഞ്ഞത് കണ്ട. ഇവിടെ കൃത്യമായിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് എഴുതുന്ന കാലഘട്ടത്തിൽ ഒരു രാജാവില്ല. യഹൂദന്മാർക്ക് ആ നാളുകളിൽ ഹേരോദാവ് അവരെ ഭരിച്ചിരിക്കുന്ന പീലാത്തോസും ഉണ്ട്. വേറെ യഹൂദന്മാർക്ക് രാജാവില്ല. അവര് പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹയുടെ മടങ്ങി വരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവരെ സ്വാധീനിച്ച ഒരു കാര്യമുണ്ട്, ഇവരുടെ ഹൃദയത്തിലെ ഈ ചിന്താഗതി. കാരണം ഈ ചോദ്യം ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഈ ശിഷ്യന്മാരുടെ ഇടയിലെ ചോദ്യം ഞങ്ങളിൽ ആരാണ് വലിയവൻ, എന്തിനാണ് രാജാക്കന്മാരെ പോലെ ഇരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ ചിന്ത ഇവരെ ഭരിക്കുന്നുണ്ട്. അതിന്റെ ഒരു അപകടം വളരെ വലുതാണ്. ആമേൻ. നമുക്കൊന്ന് വായിച്ചാട്ടെ. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. സ്തോത്രം. നമുക്കിത് വായിക്കുമ്പോ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മൾ അവിടെ കണ്ടത്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഉപകാരി കണ്ടോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. ബെനിഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്രയും ഗുണം ലഭിക്കുക, അല്ലെ, എന്തെങ്കിലും ഗുണം ലഭിക്കുന്നവർ, അല്ലെ, ആ വ്യക്തിയോട് കൂടി നമുക്ക് വളരെ ഗുണമാണ്. നമ്മളിലെല്ലാം മനുഷ്യരിലുള്ള ഒരു സ്വഭാവമാണ്, ഗുണം എവിടുന്ന് കിട്ടുമോ അവരോട് കൂട്ടുകൂടുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അപ്പോൾ രാജാക്കന്മാരാണെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്നവരാണെങ്കിൽ അവരും നല്ലവരാണ്. അവർ എന്തിനേക്കാളും ശ്രേഷ്ഠരാണ്. അവരെ എത്രത്തോളം വാഴ്ത്താനും പുകഴ്ത്താനും മനുഷ്യർക്ക് മടിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ശലോമോൻ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശലോമോന് പകരം സ്തോത്രം രഹബയാം ഭരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. രഹബയാമിന്റെ ഭരണ സമയത്തിലേക്ക് വരുമ്പോൾ ജനം ചോദിച്ചു, എങ്ങനെയാ നിന്റെ അപ്പന്റെ ഭരണകാലത്തുണ്ടായിരുന്നത് പോലെ തന്നെ കഠിനമായിരിക്കുമോ നീ എന്ന് ചോദിച്ചപ്പോൾ രഹബയാം പറഞ്ഞു, എന്റെ അപ്പന്റെ അരയെന്ന് പറയുന്നത് എന്റെ ചെറുവിരലിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മനസ്സിലാവുന്നുണ്ട്? അപ്പന്റെ അര, ശലോമോന്റെ അരയെന്ന് പറയുന്നത് എന്റെ ചെറുവിരലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടിരുന്ന ജനത്തിന് മനസ്സിലായി, ഇവന്റെ കഠിന സ്വഭാവം മനസ്സിലായി. അങ്ങനെയാണ് ബെന്യാമീൻ യഹൂദയും ഒരു വശത്ത് ചേർന്നു, ബാക്കി 10 ഗോത്രങ്ങളുമായിട്ട് വേർപിരിഞ്ഞ് യെരോബയാമിന്റെ കൂടെ സ്വതന്ത്രം അവിടെ രാജ്യം വിഭജിച്ചു പോകാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇത് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യഹൂദയോട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് അവരവിടുന്ന് സ്വതന്ത്രം യെരൂശലേമിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, രാജാവായി സ്വതന്ത്രം ഇരിക്കുവാൻ ആഗ്രഹിച്ചാൽ അവരിൽ കുടികൊള്ളുന്ന ശക്തി മറ്റൊന്നാണ്. നമുക്ക് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണം. നമ്മളിത് വായിക്കുമ്പോൾ പറയുന്നു, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങളോ അങ്ങനെ അല്ല. കാര്യം കർത്താവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം അങ്ങനെയല്ല. കർത്താവിന്റെ മാർഗം അങ്ങനെയല്ല. എന്തെങ്കിലും ഔദാര്യം ലഭിച്ചിട്ട് എനിക്ക് ഗുണം ചെയ്തു എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയെ ഇവര് നയിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിലെ ഈ നേതാവാകണമെന്നുള്ള ആഗ്രഹം മാറിയാൽ മാത്രമേ ഇവർ സഭയെ ചൊവ്വായി നടത്തുകയുള്ളൂ. അപ്പൊ അവർക്ക് ആ തിരിച്ചറിവ് അവർക്ക് വേണം. ഇവർക്ക് കടപ്പാട് ക്രിസ്തുവിനോടായിരിക്കണം. ജാതീയ രാജാക്കന്മാരെ കണ്ടുകൊണ്ട് ഇവർ സഭയെ പരിപാലിച്ചാൽ അതിൽ കയറിക്കൂടുന്ന വിപത്ത് വലുതാണെന്ന് ക്രിസ്തു മുന്നമേ കണ്ടിട്ടാണ് അവരോട് പറയുന്നത്. ഹല്ലേലൂയ.
അങ്ങനെ അരുത്. അങ്ങനെയല്ലേ അവിടെ പറയുന്നത്? നിങ്ങളോ അങ്ങനെ അല്ല, അല്ലേ? നിങ്ങളോ അങ്ങനെ അല്ല. അടുത്തത് കണ്ടോ, നിങ്ങളിൽ വലിയവൻ ഇളയവനെ. ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയാണോ നടക്കുന്നത്? നിങ്ങളിൽ വലിയവൻ ആരെ പോലെ? ഇളയവനെ പോലെയും നായകൻ ഒരു ജാതീയ രാജാക്കന്മാർക്കും കാണിക്കുവാൻ കഴിയാത്ത കാര്യമാ ക്രിസ്തു മാർഗത്തിൽ ക്രിസ്തു വരച്ച് കാണിക്കുന്നത്. മനസ്സിലാക്കണം. നേതാവാണോ? ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എണ്ണപ്പെടണം, അവരുടെ ഇടയിൽ എണ്ണപ്പെടണം. ക്രിസ്തു അങ്ങനെയല്ലായിരുന്നോ? അവരുടെ ഇടയിലല്ലായിരുന്നോ ജീവിച്ചത്? അവരുടെ ഇടയിലല്ലേ വന്നത്? ആർക്കും കർത്താവിനെ ആക്സസ് ചെയ്യാമായിരുന്നു. മനസ്സിലാക്കണം. അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് പല വ്യക്തികളിലും കാണുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം, ജാതീയ രാജാക്കന്മാരുടെ ഇടയിലുള്ള ആ വ്യവസ്ഥകൾ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരരുത്. ഇത് ക്രിസ്തുവിന്റെ പദ്ധതിയാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് അറിയത്തില്ല കർത്താവ് എന്തിനായിട്ടാ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും. ഇനി അടുത്തത് കർത്താവ് ഇവരിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ തുടർന്ന് എന്തൊക്കെയാണ് ഭൂമിയിൽ ചെയ്യേണ്ടത്, അത് ഏതു വിധത്തിലാകരുത് എന്ന് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരുടെ നടുവിൽ 120 പേരുടെ നടുവിലും എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ജാതീയ രാജാക്കന്മാരാകരുത് നിങ്ങളുടെ മാതൃകയായിരിക്കേണ്ടത്. പക്ഷേ ഇന്ന് സഭയ്ക്കകത്ത് ജാതീയ രാജാക്കന്മാര് വന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജാതീയ രാജാക്കന്മാരാണ് വന്ന് പ്രസംഗിക്കുന്നതും സുവിശേഷം പറയുകയും ചെയ്യുന്നത് ജാതീയ രാജാക്കന്മാരാ. ഹല്ലേലൂയ. ജാതീയ രാജാക്കന്മാർ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, അത് എന്തുകൊണ്ടാണ് ആ പരിപാടി ദൈവസഭയ്ക്കകത്ത് ഒരിക്കലും പാടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജാതീയ രാജാക്കന്മാർ വാഴുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന കാണുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ചിലർക്ക് രാജ്യത്തിന്റെ പദവിയിൽ ഇരിക്കുന്നവർ സുവിശേഷം പറയുമ്പോൾ അങ്ങോട്ട് ഭയങ്കര ഇക്കിളിയാ. ചിലർക്ക് ഭയങ്കര രോമാഞ്ചമാണ്. എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നേ? സുവിശേഷം അറിയാൻ മേലാത്തതുകൊണ്ടാ. സത്യവചനം ആരാ പറയേണ്ടത്? രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്. കുഞ്ഞാന്റെ രക്തത്താൽ ഇതുവരെ കഴുകപ്പെടാതെ പാപജീവിതം വിടാതെ സ്വാർത്ഥതയ്ക്കും ജഡമോഹത്തിനും വേണ്ടി നടക്കുന്നവൻ പുൽപ്പിറ്റിൽ കയറി നിൽക്കുന്നത് കാണുമ്പോൾ രക്ഷിക്കപ്പെട്ട നിനക്ക് രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടതാണോ നീ ചിന്തിക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം നമുക്ക് എടുത്ത് വായിക്കാം. കർത്താവ്, സ്വർഗത്തിലെ കർത്താവ് എന്താണ് ജാതീയ രാജാക്കന്മാരുടെ ഭരണത്തെ തൂക്കി നോക്കി പറയും നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ. ശമൂവേൽ 1 ശമൂവേൽ അതിന്റെ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചോ. എന്റെ 6 മുതലാണ് വായിക്കേണ്ടതെങ്കിൽ 1 മുതൽ വായിച്ചു നമുക്ക് ആ സംഭവങ്ങളൊന്നും മനസ്സിലാക്കാം. 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചോ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി അവന്റെ ആദ്യജാതന് യോവേലെന്നും രണ്ടാമത്തവന് അബിയാവെന്നും പേര്. സ്തോത്രം. അപ്പോൾ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്യേണ്ടതിന് ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയായിരുന്നു ശമൂവേൽ പ്രവാചകൻ. അപ്പോൾ ശമൂവേൽ ദൈവകൃപയിൽ നടക്കുകയും ന്യായപാലനം ചെയ്യുകയും ചെയ്തു. പക്ഷേ മക്കളുടെ ചരിത്രത്തിലേക്ക് നോക്കാം. ഇതാണ് ഈ ഗുണമുള്ള ചില മാതാപിതാക്കന്മാർക്ക് ഒരിക്കലും ഗുണപ്പെടാത്ത മക്കൾ ജനിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാരായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് നീതിബോധമുള്ള മക്കളും ജനിക്കും. ഇത് രണ്ടും ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. ഇവിടെ ഈ 2 പേരെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് വായിച്ചേ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ
നടക്കാതെ. കാരണം ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഈ പുത്രന്മാരുണ്ടായി, അവർക്ക് ഉണ്ടാകുന്ന വിഷയം എന്താണെന്നറിയാവോ? മക്കള് അവന്റെ വഴിയിൽ നല്ല മാർഗത്തിൽ നടന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ചൊവ്വായ വഴിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ മക്കളെയും അതേ പദ്ധതിയിൽ നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ നടന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, ചില മക്കള് സഹോദരൻ പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും ജനിച്ചാലും സഹോദരൻ മക്കള് പ്രാർത്ഥിക്കില്ല, അവർ തോന്നി മാറുന്നത് പോകുന്നത്. ഹല്ലേലൂയ. എല്ലാ ദുഷ്ടതയും ജീവിതത്തിൽ കാണുന്നവരുണ്ടെന്ന് ഓർത്തോളം. ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ? ഈ സഹോദരൻ ഇവിടെ ശ്രദ്ധിക്കണം, ഈ തലമുറയെ കുറിച്ച് ഓവറായിട്ട് നാളെ കുറിച്ച് ചിന്തയുള്ളവരാണ് ഈ ജാതീയ രാജാവിന്റെ വഴിയിലേക്ക് തിരിയുന്ന നോക്കണം. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കാൻ വിഭാഗം വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. സ്തോത്രം, വായിച്ചാട്ടെ. 8-ാം അധ്യായം. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. അപ്പോൾ കൈക്കൂലി വാങ്ങുന്നത് ഒരിക്കലും വചനപ്രകാരം ചൊവ്വായ വിധമല്ല. കാരണം ദുരാഗ്രഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഉപജീവനത്തിന് തികയാത്തത് സ്വത്രം അന്യായമായി സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞേ കഴിയത്തുള്ളൂ. അങ്ങനെ പോകുന്നവൻ ദുരാഗ്രഹിയാണ്. അവൻ സമ്പാദിക്കുന്നത് അന്യായത്തിന്റെ മുതലുകളാണ്. അങ്ങനെ അന്യായത്തിലേക്ക് തിരിയുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, മക്കൾ ഒന്നാമത്തെ കേസ്, രണ്ടാമത്തത് പണം ഒരു വിഷയമായി തീരുകയാണ്. ആമേൻ. ശമൂവേലിന്റെ ജീവിത മാർഗം അതുപോലെ അഡോപ്റ്റ് ചെയ്ത് അതേ വിധത്തിൽ ജീവിച്ചാൽ ഉദ്ദേശിക്കുന്ന ഉയർച്ച കിട്ടാതെ വരുമ്പോൾ വേറെ വഴിയിലേക്ക് പോകും. അല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പ്രതീക്ഷിക്കുന്ന ഭക്തിയും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് മുന്നേറുമ്പോൾ പല ലക്ഷറി ജീവിതത്തിൽ ഇല്ലാതെ വരും. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ പണം ഒരു വലിയ വിഷയമാണ്. സൊസൈറ്റിയിൽ നിന്റെ ഡിഗ്നിറ്റി എവിടെയാ? പണം നിന്റെ അക്കൗണ്ടിൽ എത്രയുണ്ട്? അതിന്റെ വെളിച്ചത്തിൽ നിന്ന് വിധി എഴുതുന്ന ലോകത്തിൽ ഒരു ഭക്തനോ അവന്റെ തലമുറകളോ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധിയുള്ള കാര്യമാണ്. കാരണം വിശ്വാസ ജീവിതം മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ വില കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? പണം ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ ഉപദേശപ്രകാരം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല. ശമൂവേലിന്റെ ഉപദേശപ്രകാരം ഇഷ്ടം പോലെ പോകുവാൻ പറ്റത്തില്ല. പക്ഷെ ശമൂവേലിനോട് കൂടെ ജീവിച്ചാൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാത്തവനാണ് കൈക്കൂലി മേടിക്കുവാൻ പോകുന്നത്. ദൈവ സാന്നിധ്യം ആവശ്യമില്ലാത്തവൻ കൈക്കൂലിക്കായിട്ട് കൈ നീട്ടും. വായിച്ചേ. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. ആകയാൽ കണ്ടോ, ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും ഒന്നിച്ചു കൂടുന്നു. ആരുടെ അടുത്താ കൂടുന്നത്? വായിച്ചോ. ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട് നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ജനത്തെ ദൈവം നയിക്കാൻ ദൈവം പദ്ധതി ഇടുന്നത് ദൈവം തന്നെ നിയോഗിച്ച വ്യക്തികളിലൂടെയാണ്. അല്ലാതെ ജനം തീരുമാനിച്ചവൻ രാജാവായാൽ ദൈവം അവനെ ഉപയോഗിക്കണമെന്നില്ല. മനുഷ്യന്റെ ഓപ്ഷനുകൾ ദൈവം തെരഞ്ഞെടുക്കുന്നില്ല. ദൈവത്തിന്റെ ഓപ്ഷൻസ് സന്തോഷത്തോടെ മനുഷ്യൻ തെരഞ്ഞെടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജാതീയ രാജാക്കന്മാരെ, നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നില്ല,
ദൈവ വഴിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ജാതീയ രാജാക്കന്മാരെ പോലെ ശ്രദ്ധിക്കണം. ചിലര് ചാടി നടക്കാനേ നോക്കിയിരിക്കുന്നവരുണ്ട്. സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമെന്ന് പറഞ്ഞു. അടുത്തത് ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശ്രദ്ധിച്ചു കേൾക്കണം. ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവം നടത്തിക്കൊണ്ടുപോകും. ആ വ്യവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമാണ് ജനാധിപത്യ വ്യവസ്ഥ. ഹല്ലേലൂയ. ഒരു മനുഷ്യരിൽ നിന്ന് മനുഷ്യരാൽ തെരഞ്ഞെടുക്കുന്ന ഒരു രാജാവ് ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുകയും ഇത് കർത്താവ് മുന്നമേ കണ്ടിട്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, അങ്ങനെയാകരുത്. അപ്പോൾ ഏതെങ്കിലും സമുദായങ്ങളെ പോലെ തന്നെ ക്രിസ്തു മാർഗവും സ്തോത്രം വഴിതിരിയണമെന്ന് പ്ലാൻ ചെയ്താൽ ആരതിന്റെ നടുവിൽ നിന്ന് ഇറങ്ങിപ്പോകും അറിയോ? ക്രിസ്തു അതിന്റെ നടുവിൽ നിന്ന് ഇറങ്ങിപ്പോകും. കർത്താവ് അതിന്റെ നടുവിലില്ല. ഇനി മുമ്പോട്ട് സംഭവങ്ങൾ മുമ്പോട്ട് വരും. രാജാക്കന്മാർ 1, 2 എന്ന് പറഞ്ഞോണ്ട് വാഴിക്കും. ഒറ്റ എണ്ണത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയില്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതല്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല. കാര്യം ദൈവത്തിന്റെ വ്യവസ്ഥ അതാണ്. വിഷയം ജനമാണ്. സഭയ്ക്കകത്തും വിശ്വാസിയുടെ ആത്മീകമാണ് വിഷയം. തിരിച്ചെന്ന പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ വഴക്കുണ്ടാകുന്ന എന്തിനാ? ഞങ്ങളിൽ ആരാ വലുത്? ഇത് എന്തിനാ അറിയുന്നത്? ഞങ്ങളിൽ ആരാ വലുതെന്ന് ഇരുന്ന് ഞങ്ങള് രാജാക്കന്മാരായി ഇവിടെ ഇരുന്ന് ജാതികളെ പോലെ ഭരിക്കണം. ആരെയാ ഭരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് പാപം വിട്ടൊഴിഞ്ഞ് വന്നിരിക്കുന്ന ജനത്തെ ഞങ്ങൾ ഇരുന്ന് ഭരിക്കണം. ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവല്ല, ജാതീയ രാജാക്കന്മാരാ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് തന്നെ സമുദായങ്ങളിലെ വ്യവസ്ഥകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ വിശ്വാസമാർഗവും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ബുദ്ധിശൂന്യരുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. വായിച്ചേ. ശമൂവേലിന് അനിഷ്ടമായി. വായിച്ചോ. യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. പലതും എതിർത്ത് നിൽക്കാനല്ല, പിന്നെ എന്താ വേണ്ടേ? അവരുടെ അപേക്ഷ കേൾക്കുക. അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം. കണ്ടോ, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെ ആകുന്നു ത്യജിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ശമൂവേലിന്റെ 2 മക്കളും ശമൂവേലിന്റെ വഴിയിൽ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ പലരുടെ ഉള്ളത്തിൽ അതൊരു വലിയ ഭാരമായിട്ട് വന്നു, അല്ലേ? അവര് വന്ന് സ്തോത്രം, നിന്നെ പോലെ ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുവാൻ, ശമൂവേലെ ഒരു പ്രവാചകനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചോ? അഭിഷേകമുള്ള ഒരു ദൈവവൈതൽ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചോ? ആരുടെ മേൽ സ്തോത്രം തൈലക്കൊമ്പ് ഒരു വ്യക്തി മേൽ ഊറ്റി അവനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രവാചകനായിട്ട് സ്തോത്രം ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചോ? ഇല്ല. അതിന് പകരം എന്താ ചോദിച്ചത്? ജാതീയ രാജാക്കന്മാരെ പോലെ. ഇന്ന് നമ്മുടെ സഭ അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ നടത്തപ്പെടുന്നവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുമില്ല, ആഗ്രഹവുമില്ല. അതിനുപോലെ ചോദിക്കുന്ന എന്താണ്? മറ്റ് സമുദായങ്ങളിലെ പോലെ ഇതിന്റെ അകത്ത് കാര്യങ്ങൾ നടക്കണ്ടേ? ആരോടാണ് ഇത് സംസാരിച്ചെന്നറിയോ? കർത്താവിനോടാണ് സംസാരിച്ചത്. വായിച്ച അടുത്ത ഭാഗം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ. അപ്പൊ മനസ്സിലാക്കണം, കർത്താവ് ഈ സഭ മിക്ക സംഘടനകൾ കൈവിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലെ കാരണം? കർത്താവിന്റെ ഹിതമില്ലാത്തത് സഭയ്ക്കകത്ത് വലിച്ചു കൊണ്ടുവന്നാൽ കർത്താവ് അതിന്റെ നടുവിൽ കാണത്തില്ല. കേട്ടോ, കർത്താവ് അതിന്റെ നടുവിൽ കാണത്തില്ല. രക്ഷിക്കപ്പെടാത്തവരെയൊക്കെ പുൽപ്പിറ്റ് വലിച്ചു കയറ്റിയാൽ, രക്ഷിക്കപ്പെടാത്തവന് പ്രസംഗിക്കാനും സുവിശേഷം പറയാനും, രക്ഷിക്കപ്പെട്ട നീ എന്റെ ഫ്രണ്ടിൽ നിന്ന് കൈയടിക്കേണ്ടി വന്നാൽ അടിവരയിട്ടോ, ക്രിസ്തു അതിന്റെ നടുവിലില്ല. വായിച്ചോ. അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. കണ്ട, എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളെ
സേവിച്ചും ആ. കൊണ്ട് ആ. എന്നോട് ചെയ്തതുപോലെ ആ. നിന്നോടും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഈ പല ദൈവദാസന്മാര് സത്യം പറയുമ്പോ അവരോട് ഉപദ്രവം വരുത്തുന്നതിന് കാരണം വാസ്തവത്തിൽ ഉപദ്രവിക്കുന്നവൻ ദൈവത്തെ ഉപദ്രവിക്കുന്നവനാണ്. ദൈവത്തിന് നേരെ സംസാരിക്കുന്നവൻ ദൈവദാസന് നേരെ സംസാരിക്കും. ദൈവത്തെ ഉപദ്രവിക്കുന്നവൻ ദൈവദാസനെ ഉപദ്രവിക്കും. സഹോദരൻ, ഭിന്നിപ്പിക്കുന്നവൻ ദൈവസഭയെ ഭിന്നിപ്പിക്കുന്നവൻ ദൈവത്തെ ഭിന്നിപ്പിക്കുകയാണ്. അതെല്ലാവരിലുണ്ട്. മനസ്സിലാക്കണം. ചിരിച്ച് കളിച്ച് സഹോദരം പൗഡർ ഇട്ട് വന്നാലൊന്നും മനസ്സിലാക്കണം, ഒന്നും ദൈവകൃപയിലല്ല. വായിച്ചോ? ആ. എന്നോട് ചെയ്തതുപോലെ ശമൂവേലേ നിന്നോടും ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, ഇത് എത്ര ആഴമുള്ള കാര്യമാ. കാരണം എന്നാ, ഈ ജനത്തെ മുന്നേ നടത്തിക്കൊണ്ടു പോകുമ്പോ ഇവരിൽ പലരും എഴുന്നേറ്റ് ദൈവത്തിന്റെ ദൈവാധിപത്യം പുതിയ നിയമസഭയുടെ നടുവിൽ പറഞ്ഞാൽ 5 വിധ അടിസ്ഥാന അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, 5 അടിസ്ഥാനത്തിന്മേൽ ഈ സഭ പണിയപ്പെടുമ്പോൾ 5 വിരലിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും മതിയെന്ന് തീരുമാനിച്ചാൽ, ഇത് തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ എടുത്തു മാറ്റുന്നവനല്ല, ഈ വിധത്തിൽ ദൈവത്തിന്റെ കോപപാത്രത്തിലേക്ക് വീഴുകയാണ്. വായിച്ചേ. കണ്ടോ? ആകയാൽ അവരുടെ അപേക്ഷ ഈ ചില കാര്യങ്ങൾക്ക് വഴി തുറന്നു എന്ന് പറഞ്ഞ് കയ്യും പൊക്കി പിടിച്ച് സ്തോത്രം ജനത്തെ കൊണ്ട് പറയിപ്പിക്കുമ്പോ ശമൂവേലിനോട് ദൈവം പറഞ്ഞേ, അവര് പറയുന്നൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തേര്. കർത്താവ് അനുഗ്രഹിച്ചതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ? അടുത്ത പണി നിനക്കിട്ട് വരുന്നുണ്ട്. വായിച്ചേ. കേൾക്കുക. അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. കണ്ടോ? അതാണ് ഇവിടെ കൊടുക്കുന്ന, ശമൂവേലിന് കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത്. വരുവാനിരിക്കുന്നവനെ ഏത് വിധത്തിലാണെന്നും കൂടെ നിങ്ങൾ കേട്ടോണം. ഇന്ന് ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ സഭയ്ക്കകത്ത് പലയിടത്തും മുഴങ്ങിയിട്ടുണ്ട്, അല്ലേ? ദൈവ ശബ്ദം മുഴങ്ങിയിട്ടുണ്ട്, മുഴങ്ങി കഴിഞ്ഞു, അത് സംഭവിച്ചു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന എന്താണെന്നറിയാവോ? ആ ഗതികേടിന്റെ ദൈവത്തിന്റെ ശിക്ഷാ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടാത്തവനൊക്കെ പുൽപ്പറ്റി കയറാൻ ഇടയാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം. ദൈവം കൈവിടപ്പെട്ടതിന്റെ, ദൈവം കൈവിട്ട് കളഞ്ഞതിന്റെ അടയാളമാണിത്. ഹല്ലേലൂയ. ജനം കൂടി വരും. ഇസ്രായേലും ആള് കൂടാനുണ്ടായിരുന്നു. ഇവര് വന്ന് ചോദിച്ചത് നല്ലൊരു കാര്യമല്ലേ? നിന്റെ മക്കൾ നിന്റെ ഭാഗത്തില്ല, ഞങ്ങൾക്കൊരു രാജാവിന് വാഴിച്ചു തന്ന ചോദ്യം ന്യായമല്ലേ? ചോദ്യം ന്യായമാണ്. ദൈവത്തിന്റെ നീതിക്ക് നേരെ നിന്റെ ന്യായം എഴുന്നേറ്റേക്കുന്നത്. ദൈവത്തിന്റെ നീതിക്ക് നേരെ നിന്റെ ന്യായം എഴുന്നേൽക്കുക. അപ്പൊ ദൈവത്തിന്റെ നീതി അങ്ങ് വെളിപ്പെടും. അപ്പോൾ നിന്റെ ന്യായം നിനക്ക് നേരെ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. വായിച്ചേ. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ചു. നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? രാഷ്ട്രീയക്കാരെ പിടിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്നാലേ രാഷ്ട്രീയക്കാരുടെ ഇതുപോലെ കുതിരക്കാരും ചേവരൊക്കെ ആയിട്ട് വിശ്വാസിയെ കിട്ടുന്നു. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി അവസരങ്ങളുണ്ടല്ലോ. വായിച്ചു. കുതിരച്ചേവകരും ആക്കും. അടുത്ത് അവന്റെ രഥങ്ങൾക്ക് മുൻപേ അവർ ഓടേണ്ടിയും ഏതൊരു കാര്യത്തിന് മുമ്പാ ഇന്നയിടത്ത് ഞങ്ങളുടെ ഇന്ന ആളുണ്ട്. ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ശുശ്രൂഷയുണ്ടായിരുന്ന ഒരുത്തന്റെ പേരാണ് രക്ഷിക്കപ്പെടാത്ത ജാതീയ രാജാവിന്റെ വായിൽ എന്ന പോലെ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ നടക്കാത്ത പലതും സഭയ്ക്കകത്ത് നിറവേറുമ്പോ മനസ്സിലാക്കിക്കോണം, എവിടെയോ വീണ് പോയിട്ടാണ് ഇന്ന് ഈ ഗതികേട് അനുഭവിക്കേണ്ടി വരുന്നത്. വായിച്ചോ. അവൻ അവരെ 1000-നും 50-നും അധിപന്മാരാക്കും. നിന്റെ നില കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്യുവാനും തന്റെ വടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരികളും വെപ്പുകാരികളും
അപ്പക്കാരികളും ആ. ആയിട്ടെടുക്കും. കണ്ടോ, ഇതിനൊക്കെ ഞങ്ങൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ. നമ്മളുടെ വിശ്വാസികൾക്ക് രാജ്യത്തിന്റെ പ്രധാനമായ സ്ഥാനങ്ങളിൽ സ്ഥാനം വേണം, അല്ലേ? എന്താ പറഞ്ഞോണ്ടെങ്കിൽ ചിലര് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ IAS IPS വിശ്വാസ ഗോളത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് കിട്ടും, ഇത് സംഭവിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ടെസ്റ്റ് എഴുതിയിരിക്കുന്നവർക്ക് അത് കിട്ടും കേട്ടോ, തീർച്ചയായിട്ടും കിട്ടും. വായിച്ചേ. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരികളും വെപ്പുകാരികളും അപ്പക്കാരികളും ആ. ആയിട്ട് എടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. ദൈവകൃപയാൽ സമ്പാദിച്ചു വെച്ച പലതും രക്ഷിക്കപ്പെടാത്തവന്റെ കയ്യിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത് അക്കൗണ്ടിലൊക്കെ സ്വന്തം എന്താ പറയുന്നത്, ഉടമകളില്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളും കോടികളും ഇല്ലേ, ഇതൊക്കെ അങ്ങ് എടുക്കുന്നു. വായിച്ചാട്ടെ. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവര് വണ്ടിക്കായിട്ട് ഇങ്ങ് വരും, പോലീസ് എസ്കോർട്ടോടുകൂടി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടെ പ്രാർത്ഥിച്ചു ഉപവസിച്ചും ദൈവവേലയ്ക്ക് വേണ്ടി കിട്ടിയതൊക്കെ അവന്മാരുടെ കീശയിലേക്ക് പോകുമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. വെയിറ്റ് ചെയ്യുക, വരും കാലങ്ങളിൽ ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. വായിച്ചോ. അവർ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയിൽ ആക്കും. കണ്ടോ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആമേൻ വിശ്വാസഗോളത്തിന്റെ ഈറ്റില്ലങ്ങളിൽ നിന്ന് കൃപയും സ്തോത്രവും പറയുന്ന പാസ്റ്റർ എന്ന ഐഡന്റിറ്റി ഉള്ള പലരെയും രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുവാനും എന്താ പറയുന്ന സ്തോത്രം ഭരിക്കുവാനും ഇലക്ഷന് നിൽക്കാനൊക്കെ വഴി തുറക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ഭീകരമായിരിക്കും. ഇന്ന ദൈവസഭയിലെ ദൈവദാസൻ ഇന്ന വാർഡിൽ സ്തോത്രം മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്, എല്ലാരും വോട്ട് ചെയ്യണം. എങ്ങനെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെല്ലാം പറയുന്നുണ്ടോ, ദൈവത്തിന്റെ വലിയ കൃപയാണ്, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ശുഭകാലം വന്നു. ഇത്രയും നാളും ഞങ്ങൾ അടങ്ങിയിരിക്കുകയായിരുന്നു, ഞങ്ങളുടെ തലയിൽ ഇച്ചിരി പൊടിമണ്ണ് വീണപ്പോഴാണ് ഞങ്ങൾ പത്തി വിടർത്തി എഴുന്നേറ്റ് നിന്നത്. സ്തോത്രം, അല്ലേ? വായിച്ചടുത്ത് കണ്ട, ആടുകളിൽ 10-1 എടുക്കും. ഒരു കുഴപ്പമില്ലോ. കർത്താവിന് നമ്മളെ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാ വിശ്വാസികൾ, അല്ലേ? ഞങ്ങളിപ്പോ അങ്ങ് കൊടുക്കുക ദൈവദാസനെ. ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ദൈവനാമത്തിന് വേണ്ടി ലഭിച്ചത് കൈമോശം വരുവാൻ പോവുകയാണ്. വായിച്ചാട്ടെ. ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്നു നിലവിളിക്കും. ഇതൊക്കെ ഇന്ന് സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ ജാതീയ രാജാക്കന്മാരെ പോലെ നിങ്ങളുടെ ഇടയിൽ ആകരുത്? ഇതാണ് പ്രശ്നം. കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ടാ ശിഷ്യന്മാരോട് പറഞ്ഞേ, ഇതെല്ലാം സഭയ്ക്കകത്ത് കയറി വരും. ഈ പറഞ്ഞ ശാപങ്ങള് സഭയ്ക്കകത്ത് കയറി വരും, അല്ലേ? അല്ലെങ്കിൽ പറ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇന്ന് സഭകളുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്ങനെയും മുമ്പോട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് കുറെ പേര് നടപ്പുണ്ട്. ഹല്ലേലൂയ. എന്ത് പൊട്ടിത്തെറിച്ചാലും വേണ്ടുന്നില്ല, എന്റെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ കുറെ പേര്. ഒന്ന് തിരിച്ചറിയണമേ, ഈ ദൈവത്തിന്റെ വചനം എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത് ജാതീയ രാജാക്കന്മാരെ പോലെ? നിങ്ങളോ അങ്ങനെ അല്ല, നിങ്ങൾ അങ്ങനെ അല്ല. എന്തുകൊണ്ടാ? ഈ കർത്താവ് ഇതിനു മുമ്പ് ഭരിക്കാൻ ഏൽപ്പിച്ചവർ നിമിത്തം രാജ്യം തകർന്നുപോയി. അപ്പോൾ ദൈവസഭയെ ഭരിക്കേണ്ടതിന്, അങ്ങനെയല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? ദൈവസഭയെ ഭരിക്കേണ്ടത്. തിമോത്തിയോസിന്റെയും തീത്തോസിന്റെയും ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ, ഇടയ ലേഖനങ്ങൾ വായിച്ചാൽ സഭയെ ഭരിക്കാനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടുവിൽ
ജാതീയ രാജാക്കന്മാരുടെ ആ വിധത്തിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾ ആരാണ് വലിയവൻ വലിയവൻ എന്ന് വരരുത്. ഇപ്പോൾ ആ വലിയവൻ എന്നുള്ള ആ ഒരു കോമ്പറ്റീഷനും നടന്നിട്ട് ജാതീയ രാജാവിനെ തന്നെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ആയേക്കുന്നത്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് കർത്താവ് വരാറായി കേട്ടോ? എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ബഹുഭൂരിപക്ഷം ജനം ഇത് കണ്ട് അതിന്റെ മുമ്പിൽ സ്തോത്രം കൈയടിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. ഈ അനർത്ഥം ഒന്ന് നോക്കുക. ജാതീയ രാജാവിനെ അനുവദിച്ചപ്പോൾ ഒരു രാജ്യത്തിൽ പിന്നീട് വരുന്ന പ്രതിസന്ധി എത്ര വലുതാ! ഇതിൽ എത്രയോ നല്ലതല്ല ആത്മ നിറവുള്ള ശമൂവേലിനെ പോലെ ഒരു അഭിഷിക്തൻ സഭയെ ഭരിച്ചാൽ പോരെ, ആ രാജ്യത്തെ ഭരിച്ചാൽ പോലെ. അത് പോരാ എന്ന് ദൈവം നിയോഗിച്ച വ്യക്തി ഭരിക്കുന്നതിലും അപ്പുറം കാര്യം 5 വിധ ശുശ്രൂഷയുണ്ട്. അപ്പോസ്തലൻ, ഇടയൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ. ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ദൈവസഭ സംരക്ഷിക്കപ്പെടണം. ഇതിലേതെങ്കിലും ഒന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇതിലേതെങ്കിലും ഒരു ശുശ്രൂഷ കുറവുള്ളതാണ്, ഇതിലേതെങ്കിലും ശുശ്രൂഷ ഭംഗിയില്ലാത്തതാണെന്ന് പറഞ്ഞ് അതിനെ തഴഞ്ഞ് മറ്റൊരാശയ സഭയ്ക്കകത്ത് വലിച്ചു കയറ്റിയാൽ അതിന്റെ അപകടം വളരെ വലുതായിരിക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചേ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്നു നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരം നൽകുകയില്ല. കണ്ടോ, കേൾക്കണേ, പല സഭകളുടെ നടുവിലും നമ്മൾ 7 സഭകളെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ സഭയ്ക്കകത്ത് സ്വതന്ത്രം പല സഭകളുടെയും പശ്ചാത്തലം നോക്കിയാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാത്ത ചില ജീവിതങ്ങൾ സഭയ്ക്കകത്ത് ഭരിക്കുകയും ദൈവമക്കളെ ക്ലേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് യോഹന്നാൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതിയില്ലാത്ത വ്യക്തികളെ അനുവദിച്ചത് കൊണ്ട് അവരിലൂടെ സ്വന്തം ദൈവാത്മാവല്ല ദുരാത്മാവ് സഭയ്ക്കകത്ത് ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരെ ഔട്ടാക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അങ്ങനെയുള്ളവരെ വെച്ചിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സഭയും തീരുമാനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി, കർത്താവ് അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനാ. കർത്താവ് ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്, പലതും കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും വരുന്ന അനുഭവത്തിലാണെന്ന് അനേകര് പോകുന്നത്. ഹല്ലേലൂയ. ശാപത്തിനടുത്തവരെയും അനുഗ്രഹത്തിനടുത്തവരെയും കൂടെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ദൈവജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർ. ഹല്ലേലൂയ. ആ ഭാഗം തുടർന്ന് വായിച്ചാട്ടെ. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം, മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. സോദരൻ, അവിടെ ശ്രദ്ധിക്കണം. അവരാ നേരത്ത് മറ്റ് രാജ്യങ്ങളെ പോലെ ആയേ അവർക്ക് തീരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിങ്ങുകൾ പലപ്പോഴും സമുദായക്കാരന്റെ പ്രസ്ഥാനം പോലെയൊക്കെ ആകുന്നുണ്ടോ? ഉണ്ടോന്നല്ല, ഉണ്ടല്ലോ പലതും. ഹല്ലേലൂയ. പല ദൈവദാസന്മാരുടെ വെള്ള ഇത് രാഷ്ട്രീയത്തിന്റെ വെള്ളയാണെന്ന് സൂക്ഷിച്ചു നോക്കേണ്ടി വരും. ഇത് വിശുദ്ധിക്ക് വേണ്ടിയാണ് വെള്ള ഇടുന്നതെങ്കിൽ, അത് രക്ഷിക്കപ്പെട്ടവന്റെ ഒരു ഐഡന്റിറ്റിയാണ് എങ്കിൽ, അത് അങ്ങനെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ചിലർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവരുടെ വെള്ള രാഷ്ട്രീയത്തിന്റെ വെള്ളയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ടെ. മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ടു യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം,
അത് കൽപ്പിച്ചു, വാഴിച്ചു, കൊടുത്തു. ശൗല് ഭരണത്തിലേക്ക് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു മുതൽ ജനത്തിന് ഗതികേടുകൾ തുടങ്ങുകയാണ് പിന്നീട്. അല്ല, അതുവരെയും വിഗ്രഹാരാധനയായിട്ട് വന്നു. ശമൂവേലിന്റെ കാലം വന്നപ്പോൾ വിഗ്രഹമൊക്കെ എടുത്ത് എവിടെ വെച്ചു? തട്ടുപുറത്ത് വെച്ചു. ഇനി കുറച്ച് നാൾ ദൈവകൃപയിൽ മുമ്പോട്ട് സ്തോത്രമൊക്കെ പാട്ടൊക്കെ പാടി മുമ്പോട്ട് പോകാം. ശമൂവേലിന് കണ്ണ് കാണത്തില്ല, കയ്യും കാലും നിറയ്ക്കാൻ തുടങ്ങിയപ്പോ പ്രായമായി കഴിഞ്ഞപ്പോൾ തട്ടുമ്പുറത്തിരിക്കുന്ന വിഗ്രഹം താഴോട്ട് വരണമല്ലോ. ശരിയാ, വരണം. കുറെ നാളാ മേളിലിരിക്കാൻ തുടങ്ങിയിട്ട്. വിഗ്രഹാരാധനയിലേക്കും മറ്റുള്ള വിശ്വാസങ്ങളിലേക്കും ദൈവജനം തിരിയാൻ വേണ്ടി ആരെ വേണം? ജാതീയ രാജാക്കന്മാരെ പോലെ രാജാക്കന്മാർ ഞങ്ങൾക്ക് വേണം. അപ്പോൾ എന്നാ പറ്റും? യഹോവയുടെ നാമത്തിൽ വിശ്വസിച്ച് കൃപയിൽ ഇരിക്കുന്നവരെല്ലാം ഗതി കെട്ടിട്ട് ഇതിന് നടുവിൽ നിന്ന് പോവുകയും ചെയ്യും. ഞങ്ങൾക്ക് രാജാവിനെയും കിട്ടും, ഞങ്ങളുടെ പഴയ വഴി പോവുകയും ചെയ്യാം. ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ജീവിക്കുന്നവർ കൊണ്ട് വിശ്വാസം ഓർത്തില്ല. ദൈവകൃപയും അഭിഷേകവും ഉള്ളവർ ഇതിന്റെ നടുവിൽ നിന്ന് പോയാലേ പലരുടെയും പ്രവൃത്തി നടക്കത്തുള്ളൂ. അത് നല്ലതാണ്. കാര്യം ദൈവകൃപയുള്ളവൻ ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ മലപ്പാറകളും ഗുഹകളിലും പോയി ഒളിച്ചു താമസിക്കുമ്പോൾ മനസ്സിലാക്കണം, ശമരിയയിൽ ഒരു രാജാവുണ്ട്, ആൾക്ക് ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ട് എന്നാ പറ്റി? അവിടെ മഴ പെയ്യുന്നില്ല. തിരിച്ചറിയണം, ദൈവകൃപയുള്ളവർ ഇതിന്റെ നടുവിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെ പിന്നെ മഴ പെയ്യത്തില്ല കേട്ടോ. 3 വർഷത്തേന് ആകാശം അടച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല. പറഞ്ഞത് ആരാ? ആഹാബല്ല പറഞ്ഞത്. പറഞ്ഞത് ഏലിയാവാ പറഞ്ഞത്. ദൈവത്തിന്റെ അഭിഷിക്തനാണ് പറഞ്ഞത്. ചിന്തിക്കണേ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന 5 വിധ ശുശ്രൂഷകളിൽ ഒരു വ്യക്തി സ്തോത്രം ആത്മനിറവോടുകൂടെ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ സംഭവിക്കും. ഈ ആത്മാവിലെ 5 വിധ ശുശ്രൂഷകരാൽ അല്ല സഭ നടത്തപ്പെടുന്നെങ്കിൽ ഈ ബാധകൾ ദൈവസഭയുടെ മേൽ ഇറങ്ങി വരും. മനസ്സിലാക്കണം, ഇതിന്റെ അപകടം തിരിച്ചറിയണം. ഒരു കാര്യം കൂടെ തിരിച്ചറിയണം, ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്നല്ലേ പറയുന്നത്, ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടോന്ന്. ചിലര് പഴയ നിയമം പുതിയ നിയമം മാത്രം വായിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് സങ്കീർത്തനം. അങ്ങനെയുള്ളവരുണ്ട് അല്ലെ, പ്രത്യേകിച്ച് സങ്കീർത്തനം അല്ലെ. അതവിടെ അത് പുതിയ നിയമത്തിൽ അങ്ങനെ പോലും ബോധമുള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്നെ ഉള്ളത്തിലേക്ക് വന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. പത്രോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ സ്തോത്രം ഒരു വാക്ക് ഞാൻ വായിക്കാം. നമുക്കതിന് വായിക്കാൻ ഇത് എപ്പോഴും നമ്മൾ പിക്കപ്പോഴും എടുക്കുന്നതാണെങ്കിലും ഇതുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത് അല്ലേ. അങ്ങനെയുള്ളവരെ ആക്കിയാലുള്ള പ്രശ്നം മനസ്സിലാക്കണം എന്താണെന്ന്. അത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വായിച്ച ശമൂവേൽ പ്രവചനം വായിച്ചു തീർന്നല്ലോ. നമ്മൾ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം എടുത്തേ, വായിച്ചതിന്റെ തുടർമാനം ഒന്ന് വായിച്ചേ താഴോട്ട്. അതിന്റെ 22-ാം അധ്യായം അതിന്റെ 26-ാം വാക്യമാണ് വായിച്ചത്. നിങ്ങളോ അങ്ങനെയല്ല. വായിച്ചോ. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിങ്കൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. കണ്ടോ, കർത്താവ് ഓഫർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഭക്ഷണത്തിൽ ഇരിക്കുന്നവനാണോ ശുശ്രൂഷിക്കുന്നവനാണോ വലിയവൻ? ആരാ? ഭക്ഷണത്തിൽ ഇരിക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ ആരെ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടോ, ശുശ്രൂഷയാണ്. മനസ്സിലാക്കണം, ഇത് ശുശ്രൂഷയാണ്. ഇരിക്കുന്നവന് വില കൊടുക്കേണ്ടതിന് അവന് സ്വന്തം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അവർക്ക് കൊടുക്കണം. ഇതിനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഇത് രണ്ടും പറയും, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12-നെയും നിങ്ങൾ ന്യായം വിധിക്കും. അടുത്ത വാക്യം വായിച്ചേ, അടുത്ത ഭാഗങ്ങൾ വായിച്ചേ. ന്യായം വിധിക്കുകയും
ചെയ്യും. ആ. ശിമോനെ, ശിമോനെ. ഇവിടെ ശ്രദ്ധിക്കണം, പത്രോസിനോട്. അപ്പൊ ഈ ആർക്കാണ് ഇതിന്റെ അകത്തെ ഞങ്ങളിൽ ആരാ വലിയവൻ, ഞങ്ങളിൽ ആരാ വലിയവൻ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആരാ വലിയവൻ എന്നുള്ളതല്ല, നിങ്ങൾ ശുശ്രൂഷക്കാരാ, നിങ്ങൾ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് സ്വതന്ത്രം ഹല്ലേലൂയ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനെ വിളമ്പിക്കൊടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചത് അവർക്ക് വിളമ്പിക്കൊടുക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ 12 ഗോത്രത്തെയും നിങ്ങൾ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടും പത്രോസിന്റെ ഉള്ളിൽ എന്തില്ല, ഒരു മാറ്റമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളിൽ ആരാ വലിയത്? ഇങ്ങനെ ചിലരുണ്ടല്ലോ, എത്രയൊക്കെ വചനം കേട്ടാലും ആരംഭത്തിൽ പിടിച്ച പിടി വിടാത്തവരില്ലേ? ചിലരങ്ങനെയുണ്ട്. ആരംഭത്തിൽ ഏത് വിഷയത്തിൽ മുറുകെ പിടിച്ചോ അതിൽ നിന്ന് അല്പം പോലും വിടാതെ മുന്നേറുന്നവരില്ലേ? പത്രോസ് ആ ടൈപ്പായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, എന്താ പറഞ്ഞ ആ ഭാഗം വായിച്ചേ? ശിമോനെ, ശിമോനെ, ആ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. കണ്ടോ? അപ്പൊ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. കണ്ടോ? കൽപ്പന ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തന്റെ കാര്യം തീരുമാനമായിട്ട് ഇരിക്കുകയാണ് ഓൾറെഡി. ആരാണത്? യൂദ. ഓൾറെഡി തീരുമാനം. അവൻ ജാതികളെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു. 10 കാശ് കൈ കിട്ടാനുള്ള പണി എല്ലാം ചെയ്തോണ്ട് പോകുന്നവനാ യൂദ. എവിടെന്നെങ്കിലും കാശ് വീഴുമെങ്കിൽ അവിടെ പോയി വായു ഒലിപ്പിച്ച് നിൽക്കും. അതല്ല ശുശ്രൂഷ. ഹല്ലേലൂയ. എന്തെങ്കിലും 10 പൈസ വീഴാനുള്ളിടത്ത് ശരിക്കും നോക്കിയ കയ്യിലൊരു പിച്ചപാത്രം ഉണ്ടോന്ന്. ഈ ലെവലല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ഏൽപ്പിച്ചിട്ട് പോകുവാനായിട്ട് ഇടയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യമുണ്ട്. ഇവിടെ പറയുന്ന യൂദായുടെ വിഷയം. യൂദായുടെ കാര്യത്തിന് തീരുമാനമായിട്ട് അവനെ കൊണ്ട് ഡിസ്കഷൻ ഇല്ല. പക്ഷെ അവനും ഉണ്ട് എവിടെ? കൂട്ടത്തിലിരിപ്പുണ്ട്. അവൻ നോക്കുമ്പോ ഞാൻ ഇത്രയും വലിയ കള്ളത്തരവ് കാണിച്ചിട്ട് പത്രോസിനെ പിടിക്കുന്നു. അപ്പൊ എന്നെ മനസ്സിലായില്ലല്ലേ കർത്താവ്? നിന്നെ മനസ്സിലായിടാ. നിന്നോട് ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിന്റെ കാര്യത്തിന് കർത്താവ് മുടിവ് വരുത്തിയേക്കുവാണ്. ചില ദൈവദാസന്മാരുടെ കാര്യം എത്ര വഷളത്തരം കാണിച്ചിട്ട് ദൈവമേ നീ ഇടപെടാതിരിക്കുന്നത് എന്താണ്? യൂദായാണ് സംഭവം. നാളെ തൂങ്ങിച്ചാകാനുള്ളതാ, നാളെ തീരാനുള്ളതാണ്. ഡെത്ത് ബൈ ഹാങ്ങിങ്. എങ്ങനെ ഹാങ് ചെയ്യുന്ന? അവൻ തന്നെ ഹാങ് ചെയ്യുകയാണ്, അവൻ തന്നെ തൂങ്ങിച്ചാകുകയാണ്. മനസ്സിലാക്കണം, ഇത് ഇന്നല്ല, തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, പത്രോസേ, ശീമോനെ, ശീമോനെ, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് പലവട്ടം കൽപ്പന ചോദിച്ചു. അടുത്തത് കണ്ടോ? വിശ്വാസം പോയി പോകാതെ ഇരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിനക്കറിയാത്ത ഒരു കാര്യമാണ് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചത്. എന്നെ കേൾക്കുന്നവരെ, നാം ഇതുപോലെ ആയിരിക്കുന്ന പല പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി സ്വർഗം പലതും അപേക്ഷിച്ചത് കൊണ്ടാണ് ഇന്നും ശുശ്രൂഷയിലും ജീവിതത്തിലും ആയിരിക്കുന്നത്. അതെ, സ്തോത്രം, ഹല്ലേലൂയ. പലതും കർത്താവ് അപേക്ഷിച്ചത് കൊണ്ടാണ്. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നിനക്കിത് അറിയാവോ? സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി പത്രോസെ ഞാൻ അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? കണ്ടോ, ഇതാണ് റീസൺ. നമ്മളുടെ കാര്യങ്ങളിലൊക്കെ ജാമ്യം കർത്താവ് എടുക്കുമ്പോഴേ, ഏത് കാര്യത്തിലാണോ ജാമ്യം എടുത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ പിന്നീട് നമ്മളെ തെളിയിക്കൂന്ന് ദൈവം പറഞ്ഞിട്ടാണ് നമ്മളുടെ മുമ്പിലുള്ള പല പ്രതിസന്ധികൾ ദൈവം മാറ്റുന്നത്. അല്ലാതെ അങ്ങ് പോവുകയല്ല. ചില അകൃത്യങ്ങളും കുറവുകളും നമ്മുടെ മുമ്പിൽ നിന്ന് ദൈവം മാറ്റുമ്പോൾ അത് മാറിയെന്ന് വിചാരിക്കരുത്. കർത്താവ് അപേക്ഷിക്കുമ്പോൾ നമ്മളുടെ മേൽ വരുന്ന പരീക്ഷയുടെ കാരണം വെളിപ്പെടുത്തുമ്പോൾ പൈശാചിക മണ്ഡലം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപേക്ഷിക്കുന്നുണ്ട് എന്താ? വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന്. പത്രോസ് 3000 എത്ര പേരാ? 120 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ സ്വന്തം വിശ്വാസം കാത്തു സൂക്ഷിച്ച് ആദ്യ ഫലം വെളിപ്പെടുത്തും. പത്രോസിലൂടെ അത് സംഭവിക്കുമെന്ന് പിതാവിന്റെ സന്നിധിയിൽ പറയുന്നത് കൊണ്ടാണ്. അവൻ 120 പേരുടെ മേൽ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ 3000 പേർ രക്ഷിക്കപ്പെടുമെന്ന് പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിച്ചു പറഞ്ഞു. അതുകൊണ്ട് പിതാവേ,
ഇവന്റെ വിശ്വാസം നഷ്ടമാക്കരുത്. പിശാചിന്റെ ഇഷ്ടത്തിന് പത്രോസിനെ ഏൽപ്പിക്കരുത്. അവൻ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷീകരിക്കും. അവൻ ഇന്ന് ഈ ചിന്ത അവന്റെ ഉള്ളത്തിൽ നിന്ന് മാറി കർത്താവ് സ്വർഗ രാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് ഇവൻ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൽക്കാലം സാത്താൻ അവനെ തൊടാതെ ഇരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മളും ഗ്രഹിക്കണം. വായിച്ച ഭാഗവും വായിച്ചേ. നീ ഒരു സമയം ആ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട് കാരണം ശ്രദ്ധിക്കണം, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു തന്റെ പടവും വലയെല്ലാം എടുത്തോണ്ട് താൻ വീണ്ടും മടങ്ങി പോകുന്നുണ്ട് പത്രോസ്. അങ്ങനെ പോയിട്ട് വീണ്ടും കർത്താവിനെ മാടി വിളിച്ച് വീണ്ടും ഒരു അത്ഭുതം, അല്ലെങ്കിൽ അവർക്ക് സ്തോത്രം മീനും അപ്പവും കർത്താവ് ഒരുക്കി വെച്ചു. അവർ വഞ്ചിയായിട്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ല. കർത്താവ് വീണ്ടും ഒരുക്കി അവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവർ ഒരുങ്ങി ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ആരെ ഭയപ്പെട്ട്? യഹൂദന്മാരെ പേടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അവരുടെ നടുവിൽ ആ ഭയത്തിന്റെ പുതപ്പ് അവിടെ ഇട്ടിട്ട് ഏലിയാവിന്റെ മേൽ നിന്ന് ഏലീശയുടെ മേൽ വീണ അഭിഷേകം, നിയോഗത്തിന്റെ അഭിഷേകം പോലെ നിയോഗം അവിടെ പത്രോസ് പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ ആളറിയ വിശ്വാസത്താല് ആ പുതപ്പെടുത്ത് അവിടെ അടിച്ച ഉടനെ 3000 പേരാണ് യോർദാൻ കടന്നത്. വിശ്വാസത്തിന്റെ യോർദാൻ കടക്കുവാൻ ദൈവത്തിലേക്ക് തീർത്തു. വായിച്ചേ. അവനോട് കർത്താവേ, ഞാൻ നിന്നോടുകൂടെ കടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ? ശ്രദ്ധിക്കണം. ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ പത്രോസേ, നീ എന്നെ അറിയുന്നില്ല. മനസ്സിലാക്കണം, ഞാൻ നിന്നോടുകൂടെ തടവിലാകാന്ന് വാ കൊണ്ട് പറയാം. ആഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഏറെ പോയാൽ വാളെടുത്ത മൽക്കോസിന്റെ കാതും കൂടെ വെട്ടാം. പക്ഷെ കർത്താവിന്റെ ചോദ്യം വ്യക്തമാണ്, നീ എന്നെ അറിയുന്നില്ലെന്ന്. ഞാൻ പറയട്ടെ, വാളുമായിട്ട് ഒരു പട്ടണം മുഴുവൻ ഇളകിയാണ് കർത്താവിനെ പിടിക്കാൻ വന്നത്. വാളെടുത്ത് കർത്താവ് വാങ്ങിയ മൽക്കോസിന്റെ മഹാപുരോഹിത ദാസനെ വെട്ടി പത്രോസ്. പക്ഷേ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബാല്യക്കാരത്തിയുടെ ചോദ്യം കേട്ടു പത്രോസ്. നിന്റെ സംസാരവും നോട്ടവും കണ്ടിട്ട് നീ ആ നസ്രയന്റെ കൂടെ നടക്കുന്നവനാണെന്ന് തോന്നുന്നല്ലോ. അവിടെ വെച്ച് താൻ ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. അതാണ് കർത്താവ് പറഞ്ഞ നിനക്ക് എന്നെ അറിയത്തില്ല പത്രോസേ എന്ന്. മനസ്സിലാകുന്നുണ്ടോ? നിനക്കെന്നെ അറിയത്തില്ല. ഇതുപോലൊരു വ്യക്തിയായിരുന്നു ഏലിയാവ്. ശക്തമായ ശുശ്രൂഷ ചെയ്തു. ഷിസബലിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ടുപോയി. ശ്രദ്ധിക്കണം കേട്ടോ, സ്ത്രീകളുടെ വാക്ക്, ചില ശാപത്തിന്റെ വാക്കുകൾ നിന്റെ വിശ്വാസത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന അസ്ത്രങ്ങൾ പോലെ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന് ശക്തി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുവരെ പത്രോസിന് അറിയാമായിരുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ പത്രോസിന് അറിയാം, സ്വന്തം കർത്താവ് പറഞ്ഞത് ശരിയാണ്. സ്വന്തം കർത്താവിനെ യഥാർത്ഥത്തിൽ ഞാൻ അറിയുന്നില്ല. എന്നാൽ 120 പേരുടെ നടുവിൽ പെന്തക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ പതിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന പത്രോസ് വാസ്തവത്തിൽ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞവനായിട്ടാണ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. വായിച്ചാട്ടെ. നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും. കണ്ടോ? 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിനൊരു മാറ്റമില്ല. കർത്താവ് പണിയുവാൻ വെച്ചിരിക്കുന്ന പണി പൂർണ്ണമാകുന്നതിന് മുമ്പേ അതിന് ഏറ്റവും വിലയുള്ള ഇടത്തിലേക്ക് ആ പാത്രത്തെ എത്തിക്കുകയില്ല ഈ കുശവൻ. ഈ കുശവന്റെ പ്രത്യേകത, അവൻ ഏറ്റവും ശ്രേഷ്ഠമായി അതിനെ പണിത് തക്ക സമയത്താണ് വിലയുള്ളതാക്കി തീർത്ത് അതിനെ വിലയുള്ള ഇടത്തിൽ ഉപയോഗിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന കർത്താവ്. കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെങ്കിൽ തിരിച്ചറിയണം, അവനൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസേ, ശീമോനെ, സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് എന്താ കാരണം? ഞങ്ങളിൽ ആരാണ് വലിയവൻ? പത്രോസിന്റെ ലേഖനം നമ്മൾ എടുക്കുവാനായിട്ടിരുന്നു. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായം
ഈ നിലവാരത്തിൽ ജാതികളുടെ നിലവാരം, അല്ലെങ്കിൽ ജാതീയ രാജാക്കന്മാർ നിങ്ങളുടെ ഇടയിൽ കർത്തൃത്വം നടത്തുന്ന പോലെ നിങ്ങൾ അങ്ങനെ ആകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പറയുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ സ്തോത്രം, അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ് 2-ാം അധ്യായം 3-ാം വാക്യം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്കും പൂർവകാലം മുതൽ ന്യായവിധി അവസാനിക്കാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ ന്യായവിധി അവസാനമില്ലാതെ എന്നല്ല, താമസിയാതെ വരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ നമുക്കൊന്നുകൂടെ വായിക്കാം. സ്തോത്രം. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അപ്പോൾ വാണിഭമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മെ സ്തോത്രം ഒരു കമോഡിറ്റി ആക്കി നമ്മളെ തീർക്കുന്ന ഒരു വ്യവസ്ഥ സഭയ്ക്കകത്ത് കടന്നു വന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ പലരുടെയും പോക്കറ്റ് നിറയ്ക്കുന്ന ഒരു കൂട്ടരാക്കി തീർക്കുവാൻ ഒരു വ്യവസ്ഥ കടന്നു വരുന്നെങ്കിൽ വചനം വ്യക്തമാക്കി പറയുന്നു, നിങ്ങളെ വാണിഭമാക്കുന്ന ഒരു കാലഘട്ടം അടുത്ത് വരികയാണ്. എന്തുകൊണ്ടാണ് ജാതി രാജാക്കന്മാര് നമ്മൾ കണ്ടു, ശമൂവേൽ എന്തൊക്കെ പറഞ്ഞു, നിങ്ങളെ ഇതുപോലെ വാണിഭമാക്കുന്ന വിധങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? ഏതൊക്കെ വിധത്തിലാണ് രാജാവ് അവരെ ഉപയോഗിക്കുന്നത് മനസ്സിലായോ? നാം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കണം. ഹല്ലേലൂയ. ആ തിരിച്ചറിവോടുകൂടെയാണോ നമ്മൾ ഓടുന്നത്, നാം ഗ്രഹിക്കുന്നത്? അടുത്തത് വായിച്ചേ. കണ്ടവർ ദ്രവ്യാഗ്രഹത്തിലാണ് കൗശലവാക്ക് പറയുന്നത്. പലരുടെയും പ്രസംഗത്തിന്റെ അകത്ത് സ്തോത്രം ഒരിക്കലും തന്നെ സ്തോത്രം ശുദ്ധീകരണത്തെ കുറിച്ചോ ക്രമീകരണത്തെ കുറിച്ചോ ഇന്ന് സഭയായിരിക്കുന്ന പശ്ചാത്തലത്തെ കുറിച്ചോ ഒരക്ഷരം മിണ്ടുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ആഗോളതലത്തിൽ സാമ്പത്തികത്തിന്റെ വലിയ ഒരു ശ്രേണി ലോകത്തെല്ലായിടത്തും ഉണ്ട്. ആ സാമ്പത്തികത്തിന്റെ അകത്ത് സാമ്പത്തികം ഉപയോഗിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് പണം എൻ്റെ കയ്യിൽ വരേണ്ടത്, എങ്ങനെയൊക്കെ അതിന് വഴികളുണ്ട്. അപ്പോൾ ഈ ദ്രവ്യാഗ്രഹത്തിലാണ് കൗശലവാക്ക് പറയുന്നത്. ഇത് ആത്മീക കോളത്തിന് കടന്നു വരും. നിന്നെ കർത്താവ് അനുഗ്രഹിക്കുവാനിരിക്കുവാണ്, നിന്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി ഭയങ്കരമാണ്, ആർക്കും വെളിപ്പെട്ടിട്ടില്ല, ഇന്ന് ഇവിടെ വന്നതുകൊണ്ട് അത് വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതുവരെ ഇവൻ കാണുന്നത് ഇവനെ എന്താ പറയുന്നു, സ്തോത്രം. ഇതുപോലെ അനന്യാസ് സഫീറയും കൂടെയാണ് മീറ്റിങ്ങിന് പോകുന്നെങ്കിൽ പറയും, ബ്രദർ അനന്യാസേ, നിന്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്, ഈ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്തോത്രം എടുക്കേണ്ടതാണ്, നിന്റെ മേൽ വലിയൊരു പദ്ധതിയാണ്, നിന്നെ ഉയർത്തി അങ്ങ് രാജ്യങ്ങളുടെ അപ്പുറം ഉപയോഗിക്കാനിരിക്കുകയാണ്. മഹാകള്ളനാണെന്ന് ഓർക്കണം. ഇങ്ങനെയാണ് പലരുടെയും ആലോചനകൾ പോകുന്നത്. അനന്യാസ് സഫീറ പത്രോസിന്റെ മുമ്പിൽ തീർന്നു. അനന്യാസ് സഫീറ ഇന്നുള്ള പല മീറ്റിങ്ങുകളുടെ അകത്ത് പോയ ദീർഘായുസോടെ ഇരിക്കും. മനസ്സിലായോ? ദീർഘായുസോടെ ഇരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആർക്കാ പ്രശ്നം? ഇങ്ങനെയാണ് ഈ പോകുന്നതെന്ന് പറയുന്നവരൊക്കെ പ്രശ്നമുള്ളൂ. അവർക്ക് മീറ്റിംഗും ഇല്ല, ഒന്നുമില്ല. അടുത്ത് വായിച്ചേ. കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. നമുക്ക് വായിക്കാം. നമുക്ക് 13-ാം വാക്യം വായിക്കാം. 13-ാം വാക്യം. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് തുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. അടുത്തത് വായിച്ചോ. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന. കണ്ടോ, ഇത് മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയ തലങ്ങളെല്ലാം സഭയ്ക്കകത്തേക്ക് കടന്നു വന്നാൽ, നിങ്ങൾ ജാതി രാജാക്കന്മാരെ പോലെ ഉപകാരികൾ എന്ന് പേരെടുക്കാൻ ശുശ്രൂഷകൾ റെഡിയായാൽ, ഇതിന്റെ പിന്നിൽ നടക്കുന്ന സ്വന്തം ചെയ്യിപ്പിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പറയപ്പെടുന്നതെല്ലാം സഭയ്ക്കകത്ത് ശക്തമായി പ്രബലപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് പാപം വെച്ചുകൊണ്ടിരിക്കുന്നവർ
സ്തോത്രം മറ്റുള്ളവരെ ആ വിധത്തിൽ കാണുകയും ഉപദേശിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നവർ സഭയ്ക്കകത്ത് വർദ്ധിക്കും. സ്തോത്രം ഇവിടെ പറയുന്നത് അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. ശ്രദ്ധിക്കട്ടെ, ഈ കറയും കളങ്കവും ഇല്ലാതെ നിർമ്മലമായി തേജസ്സോടെ ക്രിസ്തുവിന്റെ മുമ്പിൽ നിർത്താനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഈ ടീംസിനൊന്നും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ ഇവര് തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്, ദൂത് പറയുന്നുണ്ട്. അത് വെളിച്ചപ്പാടിന്റെ ആത്മാവും പറയുന്നൊക്കെ വായിച്ചെടുത്ത് അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ ചിലരുണ്ട്. അവരുടെ മുമ്പിൽ വരുന്നതെല്ലാം ഈ വിധത്തിൽ കാഴ്ചപ്പാടുള്ളവരായിരിക്കും. വിശുദ്ധിയോടെ സഹോദരന് നേരെ ഒരു അന്യായം ചെയ്യരുത്. ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും ഹൃദയത്തിൽ നിങ്ങൾ മോഹിക്കുകയും ചെയ്താൽ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വ്യഭിചാരം ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഉപദേശം ലഭിച്ച ജനത്തിന്റെ ഇടയിൽ ഇവരെങ്ങനെയാണ് വ്യഭിചാരികളെ കാണുന്ന, നോക്കുന്ന അതേ കാഴ്ചപ്പാടോടെ സഭയ്ക്കകത്ത് വരുന്നവർ വരും. എപ്പോഴാ വരുന്നതെന്നറിയാവോ? ഇതുപോലെ ജാതികളിലെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ജാതി രാജാക്കന്മാരെ പോലെ ഞങ്ങളിൽ നേതാവാകുന്ന ആരാണ്? ആ ചിന്ത ഉളവാകുന്ന ഇടത്ത് ഈ അന്യായങ്ങളെല്ലാം സഭയുടെ പിന്നിൽ വന്ന് അടിയാൻ തുടങ്ങും. വായിച്ചോ? വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തിരിഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. കണ്ടോ, അവിടെ വായിക്കുന്ന സ്ഥലത്ത് അവിടെ പറയുന്ന വാക്യം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവർ വ്യഭിചാരിണിയെ കണ്ടു രസിക്കുകയും അതിന്റെ അവസാനം പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ, ഇവിടെ ശ്രദ്ധിക്കണം, ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ. അതായത് ഇവർക്ക് തിരുവെഴുത്ത് 66 ദിവസം കയ്യിലെടുക്കുമ്പോൾ ബിസിനസ് ആണ് ഇവർക്കിത്. ഇവർക്ക് ഈ പുസ്തകത്തിന്റെ അകത്ത് നിന്ന് എങ്ങനെ ജനത്തിന്റെ പേഴ്സിൽ നിന്നും അവന്റെ അക്കൗണ്ടിൽ നിന്നും പണമായിട്ട് പൊങ്ങി വരാൻ 66 പുസ്തകവും അതിന്റെ വാക്കുകളും സംഭവങ്ങളും എങ്ങനെ എനിക്ക് ഉപയോഗിക്കാം. ഇതാണ് പലരുടെയും സെമിനാറുകൾ, പലരുടെയും സ്റ്റഡി പ്രൊസീജിയേഴ്സ്. പലപ്പോഴും ഇതാ അവര് വലിയ കാര്യമായിട്ട് ഇങ്ങനെ ബിസിനസ് മീറ്റ് എന്നും പറഞ്ഞ് നടത്തും. അവർ പ്രസംഗിക്കുന്നവരെല്ലാം ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണേ, ഈ വചനയുടെ സഭ ഇതൊന്നും അല്ല. തിരിച്ചറിയണ, സഭയ്ക്കകത്ത് ഇതൊന്നും പാടില്ല. എന്താണ് ആ വചനം അങ്ങനെ പറയുന്നത്? അവരെങ്ങനെയാണ് അവർ ആ വാക്യം ശ്രദ്ധിക്കണം. ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരായ അവര് ശപിക്കപ്പെട്ടവരാണെന്ന്. അപ്പോൾ തിരുമേശയിൽ നിന്ന് പ്രാപിക്കുന്നവരെ കുറിച്ചൊരു കാര്യം പറയും. നമ്മൾ അനുഗ്രഹത്തിന്റെ പാത്രമാണ്. അനുഗ്രഹത്തിന്റെ പാത്രത്തിൽ നിന്നാണ് നമ്മൾ പ്രാപിക്കുന്നത്, അല്ലെ? ക്രിസ്തുവാണ് അനുഗ്രഹത്തിന്റെ പാത്രം. അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് നമ്മൾ ഭക്ഷിക്കുകയും അവന്റെ ഓർമ്മ, കർത്താവിന്റെ ക്രൂശമരണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അവന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോ ആ ശാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറി. അങ്ങനെയെങ്കിൽ ഈ കൂട്ടരെ കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹത്തോടുകൂടെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവരെയൊക്കെ ദൈവവചനം വിളിക്കുന്നു ശാപയോഗ്യന്മാർ, അല്ലെ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആ വാക്യം കാണുന്നില്ലേ? വായിച്ചേ. സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞവരുമായ ശാപയോഗ്യന്മാർ. അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരായ, അത് പറയുന്നില്ല. ചില കണ്ണിങ്ങനെ വായിച്ചുമ്പോ ചില വാക്കുകൾ കണ്ണിന്റെ അകത്തുനിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്താ വാക്യം ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചേ. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയത്തിലല്ലേ നടക്കുന്നത്. അതെന്നെ വിട്ടുകളയുന്നത്, പിശാചം കൊണ്ടുപോയാലോ. എന്നെ ഇവിടെ വായിക്കുന്നത് ഹൃദയത്തിലാണ് ദ്രവ്യാഗ്രഹം ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു കോൺഫറൻസിന്റെ അകത്ത് അറ്റൻഡ് ചെയ്തപ്പോ
അവര് പറയുന്നത് നമ്മുടെ ലൈഫിൽ ദിവസങ്ങളിലെല്ലാം സെറ്റ് ചെയ്ത് ഒരു സ്പെസിഫിക് ഗോൾ, ഒരു വർഷം ഇന്ന ഗോൾ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പൊ വന്ന് വലിയ ശതകോടീശ്വരന്മാർ 3 പേര് വന്ന് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് രക്ഷിക്കപ്പെട്ടവരാ മറ്റൊരു രാജ്യത്തിൽ നിന്നാണ്. അപ്പൊ ഇവരൊക്കെ വന്ന് വലിയ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ അടുത്ത് നിന്നിട്ട് ഒരു ദൈവദാസനോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു ഇവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആകണമെന്ന്. അപ്പൊ അവർ പറഞ്ഞു എവിടെ ആപ്ലിക്കബിൾ ആകാനാവും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ സമ്പത്തിന്റെ മേൽക്കൊയ്മയിൽ ഇരുന്നു കൊണ്ട് ആത്മീയ കാര്യങ്ങൾ പലതും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവൻ എടുക്കുന്ന വാക്യങ്ങളെല്ലാം ബൈബിളിന്റെ വെളിച്ചത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതേ പുസ്തകത്തിൽ പൗലോസ് എന്നൊരു വ്യക്തി തന്റെ അവസാന കാലഘട്ടത്തിൽ ആയുസിന്റെ ഒടുക്കത്തിലേക്ക് വരുമ്പോൾ അവശേഷിപ്പിക്കുന്ന മൂന്ന് കാര്യമുള്ളൂ. കുറച്ച് പുസ്തകങ്ങള്, പിന്നെ മനസ്സിലായി ഒരു പുതപ്പ്, ചർമ്മലിഖിതങ്ങള്. ഇത് മൂന്നുമായിട്ട് ആയുസ് തീർന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു അപ്പോസ്തലന്റെ പുസ്തകമാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അത് വെച്ച് കാശുണ്ടാക്കിയ മഹാൻ പറയുകയാണ്, ഓരോ വർഷം നമുക്ക് സ്പെസിഫിക് ഗോൾ ഉണ്ടായിരിക്കണം. കോട്ട് വിട്ട് പറയുക, എന്റെ പൊന്നെ, ഈ വിധത്തിലുള്ള ശാപയോഗ്യന്മാരാണ് സഭയ്ക്കകത്ത് വരുന്നത്. യങ്സ്റ്റേഴ്സ് എല്ലാം അത് കേൾക്കും. പല യുവാക്കന്മാർക്കും യുവതികൾക്കും ഉപദേശത്തിന്റെ സത്യം അറിയത്തില്ല. അവർക്ക് എങ്ങനെ സുഖിച്ചു പൊളച്ച് ഇങ്ങനെ ജീവിക്കണം, ഒരു കുറവോ പ്രശ്നങ്ങളൊന്നും വരരുത്. ഇതല്ല ക്രിസ്തീയ ജീവിതം. ഇതിന് വില കൊടുത്ത ഒത്തിരി യുവാക്കന്മാരും യുവതികളും ഇതിന്റെ പിന്നിലുണ്ട്. ഒരു സുഖജീവിതം പോലും അനുഭവിക്കാതെ രക്തസാക്ഷികളായി തീർന്നവരുണ്ട്. എത്രയോ സുന്ദരിയും സുന്ദരന്മാരും കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ട്. അവിടെയാണോ നിന്റെ ഗ്ലാമർ ഇരിക്കുന്നത്? എടുത്തുകള. ഹല്ലേലൂയ, എടുത്തുകള. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ശാപയോഗ്യന്മാർ. അടുത്ത വാക്യം. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്നു. കണ്ടോ, ഇവരെ ഈ ബിലെയാമിന്റെ റൂട്ടിൽ നടക്കുന്നവരെ കുറിച്ച് 7 സഭകളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. അവിടെ ഒത്തിരി പേര് ബിലെയാമിന്റെ റൂട്ടിൽ പോകുന്നവരുണ്ട്. ബിലെയാം ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. ഈ ബിലെയാമിന് യഹോവയുടെ പ്രവാചകൻ എന്ന് പേരുമുണ്ട്. ജാതീയ രാജാവാകുന്ന ബാലാക്കാണ് അവന്റെ തോളത്ത് കൈയിട്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അവിടുന്ന് റിസോർട്സ് എല്ലാം വരും, അവിടുന്ന് മൂപ്പന്മാരെല്ലാം വരും. സ്റ്റേജ് ഇട്ട് കഴിഞ്ഞാൽ, അവനൊരു മേശ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനൊരു പ്രോഗ്രാം ഇട്ട ഒരു വലിയൊരു കൺവെൻഷൻ മീറ്റിംഗ് അല്ല വലിയൊരു റൂൾ സൈഡ് എന്തെങ്കിലും വലിയൊരു ഇവന്റ് നടത്തിയാൽ ആ ഇവന്റിന്റെ ഫ്രണ്ടിൽ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ബാലാക്കായിരിക്കും, ഇപ്പുറത്ത് ഇവരും ഇരിക്കും. എങ്ങനെ ശരിയാവൂന്ന് പറ? കൈയടിക്കാൻ സ്തോത്രം പറയേണ്ടത് ആരാന്നറിയാം? ഇസ്രായേൽ മക്കള്. മനസ്സിലാവുന്നുണ്ടോ? ദൈവജനം. ഇങ്ങനെ ബാലാക്കിന്റെ കൂടെ നടക്കുന്ന ബിലെയാമുമാർ ഒത്തിരി ഉണ്ടെന്ന്. ദൈവവചനപ്രകാരം അടുപ്പിക്കുവാൻ പാടില്ലാത്ത ഉപദേശത്തിൽ നിന്ന് തെറ്റിക്കിടക്കുന്നവനെയെല്ലാം അവന്റെ ആഗ്രഹത്തിന് രാത്രി ബിലെയാമിനെ കാണാൻ പോകുന്നവരുണ്ട്. രാത്രി വണ്ടിയില് രഹസ്യമായിട്ട് ബിലെയാമിനെ കാണാൻ പോവുകയാണ്, ഗിഫ്റ്റുമായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? സ്വതന്ത്രം. ആരാ ബിലെയാം? ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉള്ളവൻ. അവന് 2 പ്രത്യേകത: ദൈവജനത്തെ അനുഗ്രഹിക്കുകയും ചെയ്യാം, വേണ്ടി വന്നാൽ ഞങ്ങൾ ശപിക്കുകയും ചെയ്യും. 2 വേക്കും. വേണ്ടി വന്നാൽ ശപിക്കും, വേണ്ടി വന്നാൽ അനുഗ്രഹിക്കും. ഞാൻ ഇത്രയും അനുഗ്രഹിച്ചിട്ടുണ്ട്, ഇനി ശപിച്ചാൽ വേക്കും. ഇതാണ് ബിലെയാമിന്റെ പിടി. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അവന്റെ പിടി. അവന്റെ പിടി അതാണ്. അവന്റെ പിടി അതാണ്. അമ്മൻ വായിച്ചേ വാക്യം. തെറ്റി മകനായ ബിലെയാമിന്റെ വഴിയിൽ നടന്ന് അവർ അനീതിയുടെ കൂലി കൊതിച്ചു. എങ്കിലും തന്റെ അകൃത്യത്തിനു കണ്ട, അനീതിയുടെ കൂലി എന്താ? അനീതി എന്താ? നീതി എന്താ? ദൈവജനം ശുഭമായും സുഖമായും ഇരിക്കണം. അതിന് പകരം അവരെ ശപിക്കണം. ശപിക്കപ്പെട്ട കേസുകളുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല. ദൈവം ശപിക്കാതെ ശപിക്കുന്ന വിഷയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ശപിക്കാതെ ശപിക്കുന്ന വിഷയമുണ്ട്. അതാണ് ഈ വിഷയം. ബാലാക്കിനറിയാം ദൈവജനം തന്നെയാ. ഇവരൊരിടത്തും തെറ്റിയിട്ടില്ല. എന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇവർ ശപിക്കപ്പെടണം. ദൈവം കൈവിട്ടാലേ എനിക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ബുദ്ധിയുള്ളവർ വിശ്വാസകോളത്തിലുണ്ട്. ദൈവകൃപയിൽ ഇരിക്കുന്നവനെ അതിൽ നിന്ന് വഴിതെറ്റിച്ച് ദൈവങ്ങളിൽ നിന്ന് അന്യമായി കാണുമ്പോൾ ഇവന്റെ അസ്ത്രങ്ങൾ, ഇവന്റെ ദ്രോഹാസ്ത്രങ്ങളെ എയ്ത് അഭിഷിക്തന്മാരെ ക്ലേശിപ്പിക്കുന്നവരുണ്ട്.
അപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ആ ഒരു ആശയം വളരെ വലുതാണ്. അതിന്റെ വ്യാപ്തി അനേക ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്നുമുണ്ട്. അനേകർ ആ ആശയത്തിൽ ബന്ധിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇരിക്കുന്നവനെ ഉപദ്രവിക്കുന്നതുമുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. കണ്ടോ, മനുഷ്യവാക്ക് ഉരിയാടുവാനായിട്ട് കഴുതയെ ഉപയോഗിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവദാസന്മാർക്ക് ആക്സിഡന്റ് വരാറുണ്ടോ? ഉണ്ടോ? ദൈവകൃപയിൽ ഇരിക്കുന്നവന് ആക്സിഡന്റ് വരാറുണ്ടോ? വിശ്വാസികൾക്ക് ആക്സിഡന്റ് വരാറുണ്ടോ? കൃപയിൽ ഇരിക്കുന്നവന് വരത്തില്ല. അഭിഷേകത്തിന് നിറവോടെ നടക്കുന്നവന് വരത്തില്ല. എന്നാൽ അഭിഷേകത്തിന്റെ തലമുണ്ടെന്നും കൃപയിൽ ഇരിക്കുന്നെന്ന് അവകാശപ്പെടുന്നവന് വരും. ഈ ബിലയാമിനെ പോലെ. കാരണം അവന്റെ വണ്ടി ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഹോൺ അടിച്ച് അടുത്ത ജംഗ്ഷനിൽ കടന്ന് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സ്വതന്ത്രം ദൈവത്തിന്റെ ദൂതൻ ഒരു ടിപ്പറുമായിട്ട് ഇങ്ങ് വരിക. എന്റെ ഭാഷ ഞാൻ പറയുക. അതിനെ കണ്ടപ്പോൾ നമ്മുടെ വണ്ടി അവിടെ സ്റ്റോപ്പായി പോയി. വണ്ടി വഴി വെച്ച് 2 വട്ടം 3 വട്ടം നിൽക്കുകയാണ്. ബിലയാം ചാടി ഇറങ്ങിയിട്ട് അങ്ങ് കൊടുത്തു കഴുതക്കെട്ട അടിയല്ലേ. ഇതുപോലെ നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്ന പലതും വഴിയിലും സ്വതം പലതും സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ ബഹളം വെക്കുന്നുണ്ടോ? സ്വതം നമ്മൾ അതിനോട് ബഹളം വെക്കുകയല്ല, കഴുതയെ അടിക്കുകയല്ലേ ഉണ്ട്. കഴുത കണ്ടിട്ടുള്ള ഒരു ദൂതൻ അവിടെ നിൽപ്പുണ്ട്. മനസ്സിലാക്കണം. പലപ്പോഴും സാത്താനല്ല നിനക്ക് തടസ്സം നിൽക്കുന്നത്, ദൈവത്തിന്റെ ദൂതൻ തന്നെ നിനക്കെതിരായിട്ട് നിൽക്കുകയാണ്. നീ പോകാതിരിക്കുവാൻ. അതുകൊണ്ട് ദൈവം വിടാത്തിടത്ത് പോകരുത്. ദൈവം പറയാത്തത് പറയരുത്. ദൈവം ചെയ്യുവാൻ കൽപ്പിച്ചിട്ടില്ലാത്തത് നമ്മൾ ചെയ്യുവാനായിട്ട് തുനിയരുത്. നമുക്ക് അഭിമുഖമായിട്ട് ദൂതനെ സ്വർഗം അയക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം, അവനോ അവരോട് പറഞ്ഞത് സ്തോത്രം, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരവും നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, അങ്ങനെ ഉപകാരികളാകുന്ന നേതാക്കന്മാരാകുവാനല്ല, ദാസന്മാരായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ യജമാനനെ മാത്രം പ്രസാദിപ്പിക്കണം. യജമാനൻ പറയാത്തതൊന്നും ചെയ്യരുത്. അങ്ങനെ വഴിവിട്ടു പോയാൽ ശമൂവേൽ പ്രവചനം നമ്മൾ കണ്ടതുപോലുള്ള ശാപങ്ങൾ അത് കടന്നു വരും. അതുകൊണ്ടാണ് ഒരിക്കൽ വീട് തകർന്നുപോയി ഇസ്രായേൽ ഗോത്രത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഇതുപോലെ നിങ്ങൾ ആകരുത് ദൈവത്തിന്റെ സഭയെന്ന്. അപ്പോൾ തന്നെ ദ്രവ്യാഗ്രഹികളും സ്തോത്രം ഇതുപോലെ ദ്രവ്യാഗ്രഹത്തിൽ സ്തോത്രം ഹല്ലേലൂയ വഞ്ചന സംസാരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ശാപയോഗ്യന്മാരുടെ നടുവിലാണ് നമ്മളും ആയിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവസ്ഥൻ നമ്മുടെ കണ്ണുകളെ ഉയർത്തുക. അവസാന നാളുകളിലാണ് ആയിരിക്കുന്നത്. നമ്മൾ നോരെ ഓടുക. കർത്താവ് ഇടയാകട്ടെ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ശീമോനെ, സാത്താൻ പലവട്ടം നിന്നെ പാറ്റിക്കളയുവാൻ എന്നോട് അധികാരം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ അത് അനുവദിച്ചില്ലെന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാനും നീയും കർത്താവിന്റെ കൃപയിലായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്ഥൻ നമുക്ക് ആശ്രയിക്കാം. വളരെ കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ പകൽ നേരം കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ സ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളുടെ